തലസ്ഥാന നഗരിയിൽ ബി.ജെ.പിക്ക് വഴിയൊരുക്കിയത് കോൺഗ്രസ് എന്ന് കണക്കുകൾ. ബി.ജെ.പി ജയിച്ച 41 വാർഡുകളിൽ കോൺഗ്രസ് 3-ാം സ്ഥാനത്തേക്ക് പോയി. കോർപ്പറേഷൻ ഭരണത്തിൽ നിന്ന് LDFനെ പുറത്താക്കുക എന്ന ഏക ലക്ഷ്യമായിരുന്നു ബി.ജെ.പിക്കും UDFനും. എന്നിട്ടും വോട്ട് കണക്കിൽ ഇടതുമുന്നണിയാണ് മുന്നിൽ. ഈവനിംഗ് ഡിബേറ്റ് ഈ വിഷയം പരിശോധിക്കുന്നു. തലസ്ഥാന നഗരിയിൽ എങ്ങനെ ബി.ജെ.പിക്ക് അധികാരം ലഭ്യമായി? നിർഭൻ ചക്രവർത്തിയുടെ റിപ്പോർട്ട്. വാർഡ് അടിസ്ഥാനത്തിൽ ലഭിച്ച വോട്ടുകളും ആകെ കണക്കും പരിശോധിച്ചാൽ തലസ്ഥാന നഗരസഭയിൽ ബി.ജെ.പിക്ക് അധികാരം ഉറപ്പിച്ചത് കോൺഗ്രസ് ആണെന്ന് ഏവർക്കും മനസ്സിലാകും. കോർപ്പറേഷൻ ഭരണത്തിൽ നിന്ന് LDFനെ പുറത്താക്കുകയെന്ന ഏക ലക്ഷ്യമായിരുന്നു ബി.ജെ.പിക്കും UDFനും. അതിനായുള്ള നീക്കങ്ങൾ ഓരോ വാർഡിലും നടന്നു. ഇനി കണക്കുകൾ നോക്കാം. ബി.ജെ.പി വിജയിച്ച 41 വാർഡുകളിൽ കോൺഗ്രസ് 3-ാം സ്ഥാനത്താണ്. 5 ഇടങ്ങളിൽ LDF തോറ്റത് വെറും 60-ൽ താഴെ വോട്ടുകൾക്കാണ്. കാഞ്ഞിരമ്പാറ 39, പൊന്നുമംഗലം 14, ആറ്റുകാൽ 11, ചാല 12, കുഴിവിള 55. ഇങ്ങനെയാണ് കണക്കുകൾ. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ് ഇടതുമുന്നണിക്ക് വാർഡുകൾ ഓരോന്നും നഷ്ടമായത്. ബി.ജെ.പി വിജയിച്ച 25 വാർഡുകളിൽ കോൺഗ്രസിന് കിട്ടിയത് 1000-ന് താഴെ വോട്ടാണ്. അതിൽ തന്നെ 4 400-ൽ താഴെയാണ് വോട്ടിംഗ് നില. അറ്റിപ്ര 370, കരിമം 525, ഫോർട്ട് 225, നെടുങ്കാട് 395 എന്നിങ്ങനെയാണ് കണക്കുകൾ. ഭൂരിപക്ഷം വാർഡുകളിലും ശരാശരി 4000 മുതൽ 6000 വോട്ടുകളാണ് ഉള്ളത്. ഇവിടെയാണ് UDF 1000 വോട്ടുകൾ പോലും തികയ്ക്കാതിരുന്നത്. ബി.ജെ.പിക്ക് കോൺഗ്രസ് കൈ കൊടുത്തില്ലായിരുന്നുവെങ്കിൽ LDF ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ആകുമായിരുന്നു എന്നതാണ് വസ്തുതകൾ. അതേസമയം ചില വാർഡുകളിൽ ബി.ജെ.പി സഹായം കോൺഗ്രസിനും കിട്ടിയിട്ടുണ്ട്. മുട്ടട വാർഡിൽ 460 വോട്ടാണ് ബി.ജെ.പി സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. കുന്നുകുഴിയിൽ 394 ബി.ജെ.പിക്ക് ലഭിച്ച ആകെ വോട്ട്. ഇതോടൊപ്പം കൂട്ടിച്ചേർക്കാവുന്ന മറ്റൊരു കണക്കുകൂടി ഇവിടെ പ്രസക്തമാണ്. അത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നഗരസഭയിൽ 3 മുന്നണികൾക്കും ലഭിച്ച വോട്ടുകളുടെ കണക്കാണ്. ബി.ജെ.പിക്ക് പാർലമെന്റിൽ ലഭിച്ചത് 2,13,214 വോട്ടാണ്. ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 1,65,055 വോട്ടായി കുറഞ്ഞു. കോൺഗ്രസിന് അന്ന് ലഭിച്ചത് 1,84,727 വോട്ടാണ്. അത് കുത്തനെ ഇടിഞ്ഞ് 1,25,396 കുറഞ്ഞു. എന്നാൽ ഇടതുമുന്നണിക്ക് പാർലമെന്റിൽ ലഭിച്ചത് 1,29,048 വോട്ടുകളാണ്. ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വർദ്ധിച്ച് 1,67,801. അതായത് കോൺഗ്രസിന്റെ വോട്ടുകളുടെ ചോർച്ച ആർക്കാണ് ഗുണമായതെന്ന കാര്യം വ്യക്തമാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. 2016 നേമത്ത് O രാജഗോപാൽ ജയിച്ചു വന്ന ഒരു ഇക്വേഷനുണ്ട്. അതാണ് UDFും അതുപോലെ തന്നെ ബി.ജെ.പിയുമായുള്ളത്. ആ തെരഞ്ഞെടുപ്പിൻ്റെ സമാനമായ സാഹചര്യം ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നമ്മൾക്ക് വ്യക്തമാവുകയാണ്. വളരെ കൃത്യമായി തന്നെ പരസ്പരം നന്നായി UDFും അതുപോലെ ബി.ജെ.പിയും സഹായിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ 9 സീറ്റ് ഇത്തവണ UDFന് വർദ്ധിച്ചു എങ്കിൽ അതേ സ്ഥാനത്ത് ബി.ജെ.പിക്കും സമാനമായ വർധനവ്, ഏതാണ്ട് 15 സീറ്റിൻ്റെ വർധനവ് ഉണ്ടായിരിക്കുന്നു. പരസ്പരം നല്ല രീതിയിൽ സഹായിച്ചും സഹകരിച്ചും തലസ്ഥാനത്ത് ഭരണം പിടിക്കാൻ ബി.ജെ.പി അവസരമൊരുക്കി. അതിനെല്ലാ പിന്തുണയും കോൺഗ്രസും UDFും നൽകി എന്നുള്ള വ്യക്തമായ വിവരങ്ങളാണിപ്പോൾ കണക്കുകൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഇപ്പോൾ നിർഭൻ ചക്രവർത്തി ചേരുകയാണ്. നിർഭൻ, വളരെ വളരെ കൃത്യമാണ് ഈ കണക്കുകൾ. ഇതിൽ 41 വാർഡുകളിൽ കോൺഗ്രസ് 3-ാം സ്ഥാനത്തേക്ക് പോവുകയാണ്. ഏതാണ്ട് 6000 വോട്ട് വരെയുള്ള ഒരു വാർഡിൽ 1000 വോട്ട് പോലും തികച്ചു പിടിക്കാൻ 41 വാർഡുകളിൽ കോൺഗ്രസിന് കഴിയുന്നില്ല എന്ന് പറയുന്നത് കോൺഗ്രസ് ദുർബലമായതുകൊണ്ടാണോ അതോ ആ വോട്ടുകൾ അതുപോലെ ബി.ജെ.പിക്ക് പോയതാണോ? നിർഭൻ. ഷമ്മി, നമ്മൾ ഈ കണക്കുകൾ സൂചിപ്പിക്കുമ്പോൾ ആദ്യം നമ്മൾ മുഖവരായി പറഞ്ഞതുപോലെ, നമ്മുടെ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞതുപോലെ ഈ 41 വാർഡുകളുടെ കാര്യം ഇപ്പോൾ ഷമ്മിയെ സൂചിപ്പിച്ചു. 41 വാർഡുകളിൽ ഈ കോൺഗ്രസ് ഏറ്റവും പിന്നിലാണ്, അതായത് മൂന്നാമതാണ്. മൂന്നാമതെന്ന് മാത്രമല്ല, അത് അവിടെ പോൾ ചെയ്യുന്ന 4000 മുതൽ 6000, 7000 വോട്ടുകളുള്ള വാർഡുകളിൽ ഏറ്റവും 10% താഴെ, 10-15% താഴെയുള്ള കെട്ടിവെച്ച കാശ് പോലും ലഭിക്കാത്ത വാർഡുകളായി ഈ വാർഡുകൾ മാറുന്നു. അത് 41 വാർഡുകളിൽ കോൺഗ്രസ് മൂന്നാമതാണ്. അതിലൊപ്പം തന്നെ കൂട്ടിച്ചേർക്കാനുള്ളത്
5ഇടത്ത് LDF തോറ്റത് വെറും 60 വോട്ടുകൾക്ക് താഴെയാണ്. ആ വാർഡുകളുടെ കാര്യം കൂടി പറയുമ്പോൾ വ്യക്തമാകും. കാഞ്ഞിരംപാറ 39, പൊന്നുമംഗലം 14, ആറ്റുകാൽ 11, ചാല 12, കുഴിവിള 55. ഇതിനൊപ്പം തന്നെ 100 വോട്ടിന് താഴ്ന്നു പോയ വാർഡുകളും LDF നഷ്ടമായ വാർഡുകളുമുണ്ട്. BJP ജയിച്ച 25 വാർഡുകളുടെ കണക്കുകൾ പരിശോധിക്കുമ്പോഴാണ് നമുക്കിത് മനസ്സിലാവുക. BJP ജയിച്ച 25 അധികം വാർഡുകൾ 1000-ൽ താഴെ വോട്ടാണ് കോൺഗ്രസ് പിടിച്ചത്. അത് 4ഇടത്ത് ഉള്ള വോട്ട് 400-ന് താഴെയാണ്. വോട്ടിംഗ് നില നോക്കുകയാണെങ്കിൽ ആറ്റിപ്പറ 370, കരിമം 525, ഫോർട്ട് 225, നെടുങ്കാട് 395, അങ്ങനെ നിരവധി വാർഡുകൾ അങ്ങനെയുണ്ട്. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 4000, 5000, 6000 വോട്ടുള്ള ഒരു വാർഡുകളിൽ BJP വിജയിക്കുന്ന വാർഡിൽ നമുക്ക് ഒപ്പം തന്നെ കൂട്ടിച്ചേർത്ത് ഒരു കാര്യം കൂടി സൂചിപ്പിക്കുക, അത് വ്യക്തമാകും. ഇതേ സഹായം കോൺഗ്രസിന് തിരിച്ച് ലഭിച്ചിട്ടുണ്ട്. അവിടെ BJPക്ക് ഇതേ പറഞ്ഞ 1500, 2000 വോട്ട് ലഭിക്കുന്ന എല്ലാ വാർഡുകളിലും BJPക്ക് അതേ സ്വാധീനമുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ കോൺഗ്രസ് ജയിച്ച 2 വാർഡുകളുടെ ഉദാഹരണം, ഒന്ന് മുട്ടടയാണ്. മുട്ടടയിൽ 460 വോട്ട് മാത്രമാണ് BJP പിടിച്ചത്. അവിടെയാണ് വൈഷ്ണവ് സുരേഷ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി ജയിച്ചത്. കുന്നുകുഴിയിൽ ബിനു IP തോറ്റ വാർഡായിട്ടുള്ള കുന്നുകുഴിയിൽ BJP പിടിച്ചത് 394 വോട്ടാണ്. അപ്പോൾ പരസ്പരം സഹായിച്ചും പരസ്പരം സഹകരിച്ചും ഒന്നാം കക്ഷിയായി ഇടതുപക്ഷത്തെയും CPM-നെയും എത്തിക്കരുത് എന്ന ബോധപൂർവമായ ശ്രമം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമാണ്. മറ്റൊരു കാര്യം, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്, കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നഗരസഭയിൽ ആകെ ലഭിച്ച വോട്ടിൻ്റെ കണക്ക് കൂടി വ്യക്തമാകുമ്പോൾ രാഷ്ട്രീയപരമായി LDFൻ്റെ പരാജയമല്ല എന്ന് മനസ്സിലാവും. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നഗരസഭയിൽ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ BJPക്ക് നഗരത്തിൽ ലഭിച്ചത് 2,13,214 വോട്ടാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് കുറഞ്ഞ് 1,65,055 കുറഞ്ഞു. കോൺഗ്രസിന് അന്ന് ലഭിച്ചത് 1,84,727 വോട്ടാണ്. അത് കുത്തനെ ഇടിഞ്ഞു, 1,25,396 കുറഞ്ഞു. അതേസമയം LDFന് രാഷ്ട്രീയപരമായ പരാജയമല്ല എന്ന് തെളിയിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ലഭിച്ചത് 1,29,048 വോട്ടാണ്. ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വർദ്ധിച്ച് 1,67,801 വോട്ടായി വർദ്ധിച്ചിട്ടുണ്ട്. കാരണം LDF നഗരസഭയിൽ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് മാത്രമല്ല കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്ന് വോട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ LDF രാഷ്ട്രീയപരമായി വോട്ട് നിലനിർത്തുമ്പോഴും കോൺഗ്രസിൻ്റെ വോട്ട് പിടിക്കാത്ത സ്ഥലങ്ങളിലെല്ലാം BJP ഒന്നാമതെത്തുകയും BJP ഒറ്റക്കക്ഷിയായി മാറുകയും. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നല്ലോ 2016 നിയമം അസംബ്ലി തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നോക്കുമ്പോൾ BJPയുടെ O രാജഗോപാൽ 47.46%, V ശിവൻകുട്ടി ഇടതുപക്ഷം 41.39%, UDFൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന V സുരേന്ദ്രൻ പിള്ളയ്ക്ക് 9.7% വോട്ട് മാത്രമാണ് ലഭ്യമായത്. വളരെ കൃത്യമായി അവരിവിടെ വിജയിപ്പിച്ച ഒരു ഇക്വേഷനാണ്. ഇത്തവണ അത് കോർപ്പറേഷനിലേക്ക് ഒന്ന് വ്യാപിപ്പിച്ച് നോക്കി. അത് വളരെ വിജയകരമായി അവർക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞു. 2 കൂട്ടർക്കും ലാഭകരമായ ഒരു കച്ചവടമായി അത് മാറുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ CPIM നേതാവ് M വിജയകുമാർ കൂടി ചേരുകയാണ്. ശ്രീ വിജയകുമാർ, താങ്കൾ എത്രയോ വർഷമായി തലസ്ഥാനത്തെ രാഷ്ട്രീയ നേതൃത്വമായി പ്രവർത്തിക്കുന്നയാളാണ്. എങ്ങനെയാണ് ഈ BJPക്ക് തലസ്ഥാന നഗരിയുടെ ഭരണം പിടിക്കാൻ കഴിഞ്ഞത്? കോൺഗ്രസിൻ്റെ ആത്മാർത്ഥമായ പിന്തുണ ഇക്കാര്യത്തിൽ അവർക്ക് ലഭ്യമായിട്ടുണ്ടോ? ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പറയാനുള്ളത്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ആ തെരഞ്ഞെടുപ്പിലാണ് ചരിത്രത്തിലാദ്യമായി BJPക്ക് വലിയ ഒരു മുൻകൈ നേടാൻ സാധിച്ചു എന്നതാണ്. വാസ്തവത്തിൽ 101 സ്ഥാനങ്ങളുള്ള കോർപ്പറേഷൻ, ഇപ്പോൾ 100 ഇലക്ഷൻ നടന്നിട്ടുള്ളൂ. അതിൽ 50 സ്ഥാനങ്ങളിലാണ് BJP ജയിച്ചത്. ആർക്കും തന്നെ വ്യക്തമായ ഭൂരിപക്ഷം നഗരസഭയിൽ നേടാൻ സാധിച്ചിട്ടില്ല. LDFനും സാധിച്ചിട്ടില്ല, BJPക്ക് സാധിച്ചിട്ടില്ല, UDFനും സാധിച്ചിട്ടില്ല. ഇതാണ് ഇതിൻ്റെ. പക്ഷേ BJP ഒറ്റക്കക്ഷിയായിട്ട് മാറി. ഏറ്റവും കൂടുതൽ വാർഡുകളിൽ ജയിച്ച ഒരു കക്ഷിയായിട്ട് BJP മാറി എന്നതാണ്. അത് പറയുമ്പോൾ വാർഡുകൾ എണ്ണി നോക്കിയാൽ BJP തന്നെയാണ് ഒറ്റക്കക്ഷി. പക്ഷേ വോട്ടാണല്ലോ തിരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനം.
വോട്ടുകൾ പരിശോധിച്ചാൽ ബി ജെ പി അല്ല ഒന്നാം കക്ഷി. വോട്ടുകളുടെ എണ്ണം ഞാൻ പറയാം. ഈ കോർപ്പറേഷൻ ഇലക്ഷനിലെ വോട്ടാണ് ഞാൻ പറയുന്നത്. കോർപ്പറേഷൻ ഇലക്ഷനിൽ ഒറ്റക്കക്ഷിയായി വന്നിരിക്കുന്ന ബി ജെ പിക്ക് ലഭിച്ച വോട്ട് എന്ന് പറയുന്നത് 1,65,055 ബി ജെ പിക്ക്. എന്നാൽ പിന്നോട്ട് പോയ എൽ ഡി എഫിന് ലഭിച്ചത് 1,67,801. അപ്പോൾ ബി ജെ പിക്ക് 1,65,000 എൽ ഡി എഫിന് 1,67,000. വോട്ടിൻ്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് ഇപ്പോഴും എൽ ഡി എഫ് തന്നെയാണ് എന്ന് ആർക്കും പറയാം. വസ്തുതാപരമായ കാര്യമാണ് ഞാൻ പറയുന്നത്, അല്ലാതെ ഒരു ഗിമിക്സ് അല്ല. വസ്തുതകൾ വെച്ചുകൊണ്ട് ആണ് ഈ വിലയിരുത്തൽ. ഇങ്ങനെ ഒരു വിലയിരുത്തൽ നടത്താൻ തയ്യാറായ കൈരളി ടി വിയെ ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് എല്ലാവർക്കും വേണ്ടി. കാരണം വിജയം കണക്കിൽ, വാർഡുകളുടെ കണക്കിൽ ശരിയാണ്. പക്ഷേ അത് ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയ വിജയമല്ല, സാങ്കേതികമായ ഒരു വിജയം എന്നേ അതിനെ വിലയിരുത്താനാവൂ എന്നതാണ് വസ്തുത. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കാര്യം ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം എന്ന് പറയുന്നത് എന്നെ ഓർമ്മിപ്പിച്ചത് 2016 അസംബ്ലി തെരഞ്ഞെടുപ്പാണ്. 2016 അസംബ്ലി തെരഞ്ഞെടുപ്പും ഇതുപോലെ ഏറ്റവും ശ്രദ്ധേയമായിരുന്നു കേരളത്തിൽ. ബി ജെ പി നേമത്ത് അക്കൗണ്ട് തുറന്നു. ഒ രാജഗോപാൽ വിജയിച്ചു, വി ശിവൻകുട്ടി പരാജയപ്പെട്ടു. എങ്ങനെ? ഒ രാജഗോപാലിൻ്റെ വിജയം ബി ജെ പിയുടെ വിജയമല്ല. അവിടെ ഒ രാജഗോപാൽ വിജയിച്ചത് കോൺഗ്രസിൻ്റെ ചെലവിലാണ്. വളരെ വ്യക്തമായിട്ട് പറയാം. ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഈ കണക്കുകളുണ്ടല്ലോ, നമുക്ക് നോക്കാൻ കഴിയുമല്ലോ. 2016 അവിടെ എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിയും തമ്മിലാണ് മത്സരം. അപ്പോൾ അവിടെ എൽ ഡി എഫ് മുമ്പ് ജയിച്ചതാണ്. അവിടെ എൽ ഡി എഫ് പരാജയപ്പെട്ട് ബി ജെ പി ജയിച്ചു. ആ ജയിച്ചത് കോൺഗ്രസിൻ്റെ വലിയ തോതിൽ എന്ന് പറഞ്ഞാൽ ഡോക്ടർ ശശി തരൂർ തൊട്ടു മുമ്പ്, ഇത് 16 14 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഡോക്ടർ ശശി തരൂർ നേമം അസംബ്ലി മണ്ഡലത്തിൽ വാർഡുകളിൽ 44,000 വോട്ട് നേടിയെങ്കിൽ 2016 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 13,000 വോട്ടാണ്. 44,000 30,000 വോട്ടിൻ്റെ ഒഴുക്ക് നേമം മണ്ഡലത്തിൽ മാത്രം അന്ന് ഉണ്ടായതുകൊണ്ടാണ്. കോൺഗ്രസിൻ്റെ ചെലവിലാണ് വാസ്തവത്തിൽ ബി ജെ പി വിജയിച്ചത്, താമര വിരിഞ്ഞത് എന്നത്. അതിൻ്റെ ഒരു ചെറിയ ആവർത്തനമാണ് ഇപ്പോഴുണ്ടായിട്ടുള്ളത്. കണക്കുകളെല്ലാം വെച്ചുകൊണ്ട് അത് നമുക്ക് കാണാൻ സാധിക്കും. കാണാനെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഇതിൻ്റെ, ഇപ്പോൾ ഞാൻ നിയമത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ, ഒരു പഴയെന്ന് പറഞ്ഞാൽ വളരെ പഴയതല്ല, ഒരു 2010 മുതലുള്ള കാര്യം ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. 16 പോരാ. 2010 ഈ കോർപ്പറേഷനിൽ പ്രതിപക്ഷം ബി ജെ പി അല്ല, ബി ജെ പിക്ക് 3 സീറ്റേ ഉള്ളൂ. പ്രതിപക്ഷം കോൺഗ്രസ്, 40 സീറ്റിൽ കോൺഗ്രസ്സാണ് 2010 ഉണ്ടായത്. പ്രതിപക്ഷം 40 സീറ്റ് കോൺഗ്രസ്സാണ്. 2015 ആയപ്പോൾ ആ 40 കോൺഗ്രസിൻ്റെ 40 സീറ്റ് 20 സീറ്റായി ചുരുങ്ങി. 2015 2020 ആയപ്പോൾ 20-10 അതാണ് ഇപ്പോഴത്തെ ഇതിൻ്റെ അടിസ്ഥാനം. ഇത് പരിശോധിച്ചാൽ അപ്പോൾ ഈ 40 സീറ്റുണ്ടായിരുന്ന പ്രതിപക്ഷത്തിൻ്റെ ആ സ്പേസിലേക്ക് പെട്ടെന്ന് തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ തന്നെ ബി ജെ പി ഉയർന്നു വന്നു. ഒരു 35 സീറ്റിലേക്ക് വിജയിച്ചു. ആദ്യം വീണ്ടും 35 സീറ്റ് അവർ നിലനിർത്തി. ഇപ്പോഴാണെങ്കിൽ വാർഡുകളുടെ വിജയത്തിൽ അവർ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി 50 സ്ഥാനങ്ങൾ നേടി വന്നിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ നഖചിത്രം എന്ന് പറയുന്നത്. അപ്പോൾ കോൺഗ്രസിൻ്റെ ചെലവിൽ ബി ജെ പി നേട്ടമുണ്ടാക്കി എന്നതാണ്. അതിന് വസ്തുതാപരമായിട്ടുള്ള കണക്കുകൾ നിരവധിയുണ്ട്. നിരവധി എന്ന് പറഞ്ഞാൽ ഈ കോർപ്പറേഷൻ ഇലക്ഷൻ്റെ കണക്ക് തന്നെ പരിശോധിക്കുമ്പോൾ വളരെ കൃത്യമായി ആ ഒരു കൊടുക്കൽ വാങ്ങൽ നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ 10 സീറ്റ് ഉണ്ടായിരുന്ന കോൺഗ്രസിന് യു ഡി എഫിന് ഇത്തവണ അത് 19 വർദ്ധിപ്പിച്ചു കൊടുക്കാൻ ബി ജെ പിയും തിരിച്ചും സഹായിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ
അങ്ങോട്ടും നൽകുന്നു ഇങ്ങോട്ടും നൽകുന്നു. ബാർട്ടർ 25 വാർഡുകളിൽ അത്തരം കൊടുക്കൽ വാങ്ങൽ ഉണ്ടായി എന്ന് ഞങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. 25 വാർഡുകളിൽ കൊടുക്കൽ വാങ്ങൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് 15 വാർഡുകൾ BJPക്ക് ജയിക്കാൻ സാധിച്ചു. 10 വാർഡുകളിൽ കോൺഗ്രസ്സിന് ജയിക്കാൻ സാധിച്ചു. ആ 10 വാർഡുകളിൽ കോൺഗ്രസ് പരാജയപ്പെടുത്തിയത് LDFനെയാണ്. LDFിൽ നിന്ന് BJPക്ക് വോട്ട് മറിച്ചു കൊടുത്ത് ആ BJP വിജയിച്ചു. ഇതാണ് അതിൻ്റെ വസ്തുത എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ കാണുന്നതാണല്ലോ. ഈ അതുപോലെ തന്നെ യെസ് 2016 തിരുവനന്തപുരത്ത് അസംബ്ലിയിൽ വന്നെങ്കിൽ 2024 ലോക്സഭ തിരഞ്ഞെടുപ്പിൽ ഇത് തൃശ്ശൂരിൽ ആവർത്തിച്ചു. തൃശ്ശൂരിൽ ആവർത്തിച്ചത് എങ്ങനെയാണ്? അതും കോൺഗ്രസിൻ്റെ ചെലവിലാണ്. പാർലമെൻറ്റ് ഇലക്ഷനിൽ LDFിൻ്റെ വോട്ട് വർദ്ധിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ വോട്ടിലാണ് 1 ലക്ഷത്തോളം വോട്ട് ചോർന്നുപോയി. അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ BJPക്ക് വിജയിക്കാൻ സാധിച്ചതെന്നതാണ്. അതും ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കഴിഞ്ഞ 2024 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടുകൾ, ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ 5 അസംബ്ലി മണ്ഡലങ്ങൾ ഈ പാർലമെൻറ്റിലാണ്. ആ 5 അസംബ്ലി മണ്ഡലങ്ങളിലായിട്ട് കോർപ്പറേഷനിൽ BJPക്ക് കിട്ടിയത് 2,13,024 വോട്ട്, കോൺഗ്രസ്സിന് കിട്ടിയത് 1,84,000 വോട്ട്, LDFിന് കിട്ടിയതോ 3-ാം സ്ഥാനത്താണ് 1,29,048 വോട്ട്. എന്നാൽ ഈ കോർപ്പറേഷൻ ഇലക്ഷനിൽ ഒരു വർഷം കഴിയുന്നില്ല, ഒരു വർഷം കഴിഞ്ഞപ്പോഴുള്ള ഈ കോർപ്പറേഷൻ ഇലക്ഷനിൽ BJPക്ക് തന്നെ 2,13,214 വോട്ട് 1,65,055 BJPക്ക് കുറയുകയാണ് ഉണ്ടായത്. ഒരു വോട്ടും വർദ്ധിച്ചില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ സഹായത്തോടു കൂടിയാണ് അവർ. UDFിൻ്റെ വോട്ട് 1,84,000 പാർലമെൻറ്റിൽ ശശി തരൂരിന് കിട്ടിയത്. ഇപ്പോൾ UDFിന് കിട്ടിയത് 1,25,000 വോട്ടെന്ന് പറഞ്ഞാൽ 60,000 ഡോക്ടർ ശശി തരൂരിന് കിട്ടിയ 60,000 വോട്ട് ഈ കോർപ്പറേഷൻ ഇലക്ഷനിൽ BJPക്ക് കിട്ടിയതുകൊണ്ട് മാത്രമാണ് അവർക്ക് സാങ്കേതികമായ ഭൂരിപക്ഷം നേടാൻ സാധിച്ചത്. വളരെ വിചിത്രമാണ് ഇതിൻ്റെ കണക്കുകളൊക്കെ. ഞാനൊരു 1-2 കാര്യങ്ങൾ പറയണം. അത് പറഞ്ഞാൽ വളരെ വ്യക്തമാകും. ചന്തവള വാർഡ് എന്ന് പറയുന്ന ഈ കഴക്കൂട്ടത്തിന് അടുത്തൊരു വാർഡുണ്ട്. പരമ്പരാഗതമായി LDF ജയിക്കുന്ന വാർഡാണ് സ്ഥിരമായിട്ട്. ആ വാർഡിൽ 2 വോട്ടിന് LDF തോറ്റു. വിജയിച്ചതാരാ? UDF അല്ല, BJPയാണ്. 2 വോട്ട്, 2 വോട്ട്. ആറ്റുകാരെന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ടൊരു വാർഡുണ്ട്. ആ വാർഡിൽ LDFിൻ്റെ സിറ്റിംഗ് സീറ്റ് കൂടിയാണ്. ആ വാർഡിൽ 11 വോട്ടിനാണ് പരാജയപ്പെട്ടത്. വിജയിച്ചതാരാ? വിജയിച്ചത് BJPയാണ്, UDF അല്ല. ചാല വാർഡ് വളരെ ശ്രദ്ധേയമായൊരു വാർഡാണ്. ആ വാർഡിൽ 12 വോട്ടിനാണ് LDF പരാജയപ്പെട്ടത്. വിജയിച്ചത് BJPയാണ്. പൊന്നുമംഗലം വാർഡ് 14 വോട്ടിനാണ്, വെറും 14 വോട്ടിനാണ് അവിടെ LDF പരാജയപ്പെട്ടത്. വിജയിച്ചത് BJPയാണ്. അങ്ങനെ എണ്ണി പറഞ്ഞാൽ ഈ BJPയുടെ വിജയമെല്ലാം ഈ രൂപത്തിലുള്ള ഒരു വിജയമാണ്. അതിന് എല്ലാ രൂപത്തിലും ഉള്ള ഒത്താശകൾ ചെയ്തു കൊടുത്തത് UDFാണ്. അതിന് പ്രതിഫലമായിട്ട് UDFന് നേട്ടമുണ്ടായി. അതിൽ ഏറ്റവും വലിയ ഒറ്റ ഉദാഹരണം ഞാൻ പറയുന്നുള്ളൂ. ആ നേട്ടത്തിൽ ഏറ്റവും പ്രധാനമാണ് മുട്ടട. പറയും. അല്ല, തിരുവനന്തപുരത്തെ BJPയുടെ വിജയത്തിന് ആശംസ അർപ്പിച്ച് നമ്മുടെ ഇവിടുത്തെ MP രംഗത്ത് വന്നു. അദ്ദേഹം ഇപ്പോൾ നരേന്ദ്രമോദിയുടെ സ്തുതി, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ് അണിയറയിൽ. ഏത് സമയത്തും രംഗപ്രവേശനത്തിന് തയ്യാറാണ്. ആ സാഹചര്യമാണ് തിരുവനന്തപുരത്ത് രൂപപ്പെട്ടു വരുന്നത്. തീർച്ചയായും ഈ നാട്ടിൽ മതനിരപേക്ഷ വിശ്വാസമുള്ള ജനങ്ങളെ സംബന്ധിച്ച് അങ്ങേറ്റം ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. BJPയുടെ ഭരണത്തിലേക്കുള്ള വരവ്, അതിൻ്റെ കോൺഗ്രസിൻ്റെ സഹായം, ഒപ്പം ശശി തരൂരിൻ്റെ ഈ പറയുന്ന ഒരു പ്രത്യേകമായ മമതയും സ്നേഹവും ഒക്കെ BJPയോടും നരേന്ദ്രമോദിയോടും നിരന്തരമായി കാണിക്കുന്നതും ഒക്കെ നമുക്ക് ചേർത്ത് വായിക്കേണ്ടി വരും. നൃപൻ ചേരുകയാണ്. നൃപൻ, തലസ്ഥാന നഗരിയിലേക്കുള്ള BJPയുടെ പ്രവേശനത്തിൽ ഏറ്റവും അധികം സന്തോഷിച്ച ഒരാൾ കോൺഗ്രസ് നേതാവായിട്ടുള്ള ശശി തരൂർ MP ആണ്. അദ്ദേഹം വലിയ ആശംസയൊക്കെ ഈ BJP നേതാക്കൾക്ക് നേർന്നു. രാജീവ് ചന്ദ്രശേഖറും അതുപോലെ തന്നെ ശശി തരൂരുമൊക്കെ സമാനമായി ചിന്തിക്കുന്നവരാണ്, സമാനമായ വഴികളിലൂടെ മുന്നോട്ട് നീങ്ങുന്നവരാണ്.
നഗരത്തിലെ മതേതര മനസ്സുള്ള മനുഷ്യരെ ആശങ്കപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ വരാനുണ്ട് എന്ന സൂചന ഉയർന്നു വരുന്നുണ്ടല്ലോ നിർഭൻ. സംശയിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. തിരുവനന്തപുരത്ത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തരൂര് ഇറങ്ങിയത് ഒരു ദിവസമാണ്. അത് ഒരു വാർഡിലെ ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു, ഒരു പ്രതികരണം നൽകി. അദ്ദേഹത്തിൻ്റെ വാർഡിൽ ഈ വോട്ട് ചോദിക്കാൻ ഇറങ്ങിയ വാർഡിലെ സ്ഥാനാർത്ഥിക്ക് ആശംസ അർപ്പിച്ച് പോയി. തലസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ MP-യാണ് തിരുവനന്തപുരത്ത് വലിയ തരത്തിൽ പോരാട്ടം നടത്തി BJPയെ പരാജയപ്പെടുത്തിയ തരൂര്. ലോകപൗരൻ, വിശ്വപൗരൻ എന്നൊക്കെ പറയുന്ന തരൂര് ഈ തെരഞ്ഞെടുപ്പിൽ തലസ്ഥാനത്തില്ലായിരുന്നു. തലസ്ഥാനത്ത് UDFൻ്റെ വിജയത്തിന് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചില്ല എന്ന് മാത്രമല്ല, അല്പം മുമ്പ് നേരത്തെ പറഞ്ഞതുപോലെ ഈ ആദ്യ വിജയത്തിൽ അദ്ദേഹം ആദ്യം BJPയാണ് അഭിനന്ദിച്ചത്. ഈ പറയുന്ന ഈ 10ൽ നിന്ന് 19ലേക്ക് എത്തിയ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ വിജയമാണെങ്കിൽ ആദ്യം അദ്ദേഹം ആശംസിക്കേണ്ടത് കോൺഗ്രസിനെയാണ്. നിർണായകമായ മത്സരം നടന്ന അവർ തന്നെ വലിയ തരത്തിൽ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ ഏറ്റെടുത്ത BJPയുടെ സഹായം കൊണ്ടാണ് ജയിച്ചതെന്നുള്ള കാര്യം വോട്ടിൻ്റെ പാറ്റേണിൽ അറിയാം. ഈ മുട്ടട അടക്കമുള്ള വാർഡുകളിൽ അവർ രാഷ്ട്രീയ വിജയമാണെങ്കിൽ അതിന് ആ സ്ഥാനാർത്ഥിയൊക്കെ അഭിനന്ദിച്ചുകൊണ്ടായിരിക്കും സ്വാഭാവികമായി ഒരു കോൺഗ്രസിൻ്റെ MP, തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിലെ MP ട്വീറ്റ് ചെയ്യേണ്ടതും പ്രതികരിക്കേണ്ടതും. പക്ഷേ അങ്ങനെയല്ല. ആ തലസ്ഥാനത്ത് BJPയുടെ അധികാരത്തിൽ എന്തുകൊണ്ട് മനസ്സുകൊണ്ട് അദ്ദേഹം സന്തോഷപ്പെട്ടിരുന്നു, കൊതിച്ചിരുന്നു, ആഗ്രഹിച്ചിരുന്നു എന്നത് അദ്ദേഹം ഏത് ഭാഗത്താണ് കാല് വെച്ചിട്ടുള്ളതെന്നൊരു ഉറപ്പാണ്. ഇതൊക്കെ ഒരു വലിയ തരത്തിലുള്ള രാജീവ് ചന്ദ്രശേഖരൻ കേരള രാഷ്ട്രീയത്തിലേക്ക് വന്ന ശേഷം ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് BJP ഉന്നം വയ്ക്കുന്ന പലതരത്തിലുള്ള ഇടപാടുകളുണ്ട്. പലരെയും കോൺഗ്രസ് ഭാഗത്ത് നിന്ന് BJPയിലേക്ക് കൊണ്ടുപോകും. തിരുവനന്തപുരത്ത് തന്നെ KPCCയുടെ ഒരു ഭാരവാഹി, DCCയുടെ ഒരു ഭാരവാഹി അടക്കം 2 പേർ, ഇപ്പോൾ 3 പേർ, 2 പേർ സ്ഥാനാർത്ഥിയായി. തമ്പാനൂർ സതീഷും ഒപ്പം തന്നെ ഈ പറഞ്ഞ പുന്നയ്ക്കാമുകളുടെ വാർഡിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള മഹേശ്വരൻ നായരും കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നു, KPCC നേതാക്കളാണ്. അവരിപ്പോൾ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് 2 പേരും പരാജയപ്പെട്ടു പോയി. പക്ഷേ ഇങ്ങനെ ഒരു വലിയ ഒഴുക്ക് കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോകുന്നു. ഇവർ തമ്മിലുള്ള പരസ്പര ധാരണയുണ്ടാകുന്നു. ആ ധാരണകൾ പല വാർഡുകളിലും ആശയപരമായി ഒരു വ്യത്യാസവും അവർക്ക് തോന്നുന്നില്ല. ഇത് രണ്ടും ഏതാണ്ട് ഒന്ന് തന്നെയാണ് എന്നൊരു തോന്നലിലേക്ക് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ, അതിൻ്റെ നേതൃത്വം ഒക്കെ എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാംനാഥ് ഗോയങ്ക അവാർഡ് മായി ബന്ധപ്പെട്ട ഒരു പ്രസംഗം, പ്രധാനമന്ത്രിയാണ് അതിൽ സംസാരിക്കുന്നത്. അപ്പോൾ അന്ന് മാധ്യമങ്ങളൊക്കെ എഴുതിയത് കടുത്ത ചുമയും പനിയും ഒക്കെ ആയിരുന്നിട്ടും ശശി തരൂർ ആ പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. അതിനുശേഷം പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തെ അനുമോദിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ട്വീറ്റൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ പനിയും ചുമയും ഒക്കെ ഉള്ളപ്പോൾ പോലും പരിപാടികളിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. പക്ഷേ തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് BJPക്കെതിരായിട്ട് അദ്ദേഹത്തിന് ഒന്നും സംഭാവന ചെയ്യാനില്ല എന്ന് മാത്രവുമല്ല, അദ്ദേഹം ഈ പറയുന്നത് പോലെ BJPയെ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് ആരാധകരുമുണ്ട് കോൺഗ്രസിനുള്ളിൽ. അതുപോലെ തന്നെ അതാണല്ലോ ഈ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിൻ്റെ വോട്ട് ചോർച്ച സൂചിപ്പിക്കുന്നത്. ഷമ്മി, അത് തിരുവനന്തപുരത്ത് വരാത്തത് മാത്രമല്ല, അദ്ദേഹം പാർലമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ നേതാവായിട്ടുള്ള, അദ്ദേഹം ഇപ്പോൾ പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ നേതാവായ ദേശീയ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി, പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ BJPക്ക് എതിരെ നടത്തുന്ന പാർലമെൻറ്റിലെ പോരാട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് ബഹളം വയ്ക്കുന്നവരായി പ്രതിപക്ഷം മാറുന്നു എന്നാണ്. പാർലമെൻറ്റിന് തുടർച്ചയായി പ്രതിപക്ഷം പാർലമെൻറ്റ് സമ്മേളനത്തെ തടസ്സപ്പെടുത്തുന്നു. ഇതൊരു ശരിയായിട്ടുള്ള പോസിറ്റീവ് പൊളിറ്റിക്സ് അല്ല. നിർഭൻ, ശ്രീ M. വിജയകുമാറിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ട്. 4 മണിക്ക് CPIM സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്താസമ്മേളനമുണ്ട്. അതിനു മുമ്പ് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കേണ്ടതുണ്ട്. ശ്രീ വിജയകുമാർ, ഒരു ഹിന്ദുത്വ പരീക്ഷണശാലയായി തലസ്ഥാനത്തെ മാറ്റാൻ BJPയും അതുപോലെ തന്നെ കോൺഗ്രസും ശ്രമിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അവർ അങ്ങനെ ആ രൂപത്തിൽ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഒരു പരീക്ഷണശാലയായിട്ട് തിരുവനന്തപുരത്തെ ആദ്യം മാറ്റുക, പിന്നെ കേരളത്തിലേക്ക് അത് വ്യാപിപ്പിക്കുക എന്ന നിലയിലാണ്. പക്ഷേ അതൊന്നും വിജയിക്കാൻ പോകുന്നില്ല. 2016 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അവർ ഒരു സീറ്റ് നേടി അക്കൗണ്ട് തുറന്നെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ അത് അക്കൗണ്ട് ക്ലോസ് ചെയ്തു. അതേപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ അവർ ഒറ്റ കക്ഷിയായി മുന്നോട്ട് വന്നെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ 3ാം സ്ഥാനത്തേക്ക് പോകുന്നൊരവസ്ഥയാണ് ഉള്ളത്. കാരണം BJPയുടെ കേരളത്തിലെ ചരിത്രം തന്നെ നോക്കാം. നേമത്ത് അവർ വിജയിച്ചു, പരാജയപ്പെട്ടു, അല്ലേ? അങ്ങനെ ഓരോ സ്ഥലത്തും ഇപ്പോൾ ഇനി പന്തളത്ത് പരാജയപ്പെട്ടു, പഞ്ചായത്ത് പന്തളത്ത് പാടെ പരാജയപ്പെട്ടു. എന്നാൽ പാലക്കാട് അവരുടെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു. ഇതൊക്കെയാണ്. ഒരിക്കൽ അവസരം കിട്ടിയാൽ അത് ഉടനെ തന്നെ ഒരു 5 വർഷത്തിനുള്ളിൽ തന്നെ പിന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് പരീക്ഷണങ്ങളൊന്നും വിജയിക്കാൻ പോകുന്നില്ല എന്നതാണ് വസ്തുതാപരമായിട്ട്. ഡോക്ടർ ശശി തരൂരിനെ സംബന്ധിച്ച് പറഞ്ഞത് വളരെയേറെ പ്രസക്തമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ
UDFിൻ്റെ ഏറ്റവും വലിയ പ്രചാരകനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വമായിട്ട് പ്രവർത്തിക്കേണ്ടത്, കോർപ്പറേഷനിൽ പ്രവർത്തിക്കേണ്ടത് ശശി തരൂർ. അദ്ദേഹം ഇവിടുത്തെ MP ആണ്. BJP പരാജയപ്പെടുത്തി വിജയിച്ച MP ആണ്. 5 അസംബ്ലി മണ്ഡലങ്ങൾ ചേരുന്നതാണ്, 7-ൽ 5 ചേരുന്നതാണ് ഈ കോർപ്പറേഷൻ. ആ തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ എന്തായിരുന്നുവെന്ന് ആദ്യവസാനം നമ്മൾ കണ്ടു. അദ്ദേഹത്തിൻ്റെ ശരീരം കോൺഗ്രസിൻ്റെ കൂടെയാണെങ്കിൽ മനസ്സ് BJPയുടെ കൂടെയാണ്. അതാണ് ഇവിടെ സംഭവിച്ചത്. ഇതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം. തീർച്ചയായും അത് അങ്ങേറ്റം അപകടകരമായ ഒരു കാര്യമാണ്. കാരണം കോൺഗ്രസിൻ്റെ ഒരു MP ആയി ജയിച്ച് കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് അദ്ദേഹം. നിസ്സാരനായ ഒരു വ്യക്തിയല്ല, ഒരു സാധാരണ മണ്ഡലം ബ്ലോക്ക് നേതാവൊന്നുമല്ല. കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമായ ഒരു വ്യക്തി ഇത്തരത്തിൽ നിരന്തരമായി നരേന്ദ്രമോദിയെയും BJPയെയും അനുകൂലിക്കുന്നു എന്ന് മാത്രമല്ല, ഇത്രയും ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്വന്തം പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി, കാരണം അദ്ദേഹത്തിന് വേണ്ടി ഈ പറയുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങി പ്രവർത്തിച്ചവരൊക്കെ തന്നെയാണ് ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ തിരിച്ച് അവർക്ക് വേണ്ടി ഒന്ന് ഇറങ്ങാനുള്ള ഒരു മനസ്സ് പോലും അദ്ദേഹത്തിന് ഉണ്ടാകുന്നില്ല. കാരണം BJP ആണല്ലോ മറ്റൊരു എതിർകക്ഷി. ആ BJPയെ എതിർക്കാനുള്ള ഒരു മാനസികാവസ്ഥ അദ്ദേഹത്തിനില്ല. ശ്രീ വിജയകുമാർ. തീർച്ചയായിട്ടും അതുതന്നെയാണ്. തീർച്ചയായിട്ടും ആ മാനസികാവസ്ഥ ഇല്ലാത്തത് കൊണ്ട് മാത്രം അല്ല, ശശി തരൂരിന് അറിയാത്തത് കൊണ്ടല്ല, ഭംഗിയായി രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. പക്ഷേ ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം BJPയോട് ഒരു ലീനിയൻസിയാണ്. അത് എല്ലാ കാര്യങ്ങളിലും കാണുന്നുണ്ട്, ഈ കാര്യത്തിൽ മാത്രമല്ല. ഈ BJP ഇവിടെ ഒറ്റക്കക്ഷിയായി കോർപ്പറേഷനിൽ വന്നതിൽ ഒരുപക്ഷെ BJPയേക്കാൾ കൂടുതൽ സന്തോഷിക്കുന്നത് ഡോക്ടർ ശശി തരൂരായിരിക്കുമെന്ന് പറയാതിരിക്കാനാവില്ല. തീർച്ചയായും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു റിസൾട്ട് വരുമ്പോൾ തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷ്യം ഒക്കെ തന്നെ നമുക്ക് ഒരു സംശയമുളവാക്കുന്ന തരത്തിലായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ പല രീതിയിൽ മുന്നോട്ട് പോകുന്നു. അതിനുശേഷം അദ്ദേഹം ഈ പറയുന്നത് പോലെ കോൺഗ്രസ് നേതൃത്വവുമായി പരസ്യമായി തന്നെ ഒരു ഏറ്റുമുട്ടലിൻ്റെ ഭാഗമാകുന്നു. അദ്ദേഹത്തെ ശശി തരൂരിനെ പൂർണ്ണമായിട്ടും കോൺഗ്രസ് നേതൃത്വം ഒഴിവാക്കുകയും ചെയ്യുന്നു. പക്ഷേ നടപടിയെടുക്കുന്നില്ല. ആ നടപടിയെടുക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം എങ്ങനെയെങ്കിലും ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്ന സംശയം എല്ലാ ഭാഗങ്ങളിലുമുണ്ട്. ഇന്ന് തന്നെ അദ്ദേഹം രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ടൊരു ട്വീറ്റ് പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കോൺഗ്രസുമായുള്ള അഭിപ്രായ ഭിന്നത വളരെ വ്യക്തമായി കാണിക്കുകയാണ്. പക്ഷേ കോൺഗ്രസ്സിന് ഈ പറയുന്ന BJPയോടുള്ള ആ ഒരു സമാനമായ മാനസികാവസ്ഥ, അവർ കുഴപ്പമില്ല, രണ്ടും കൂടെ ഇവിടെ തന്നെ അങ്ങ് പോകട്ടെ എന്നൊരു മാനസികാവസ്ഥയിലേക്ക് തലസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ പ്രവർത്തകരുടെ മനസ്സിനെ കൊണ്ടുപോകുന്നു എന്നൊരു സൂചന നമുക്ക് തള്ളിക്കളയാൻ കഴിയുമോ? കാരണം ഈ റിസൾട്ട് എടുത്ത് പരിശോധിക്കുമ്പോൾ വലിയ തോതിൽ കോൺഗ്രസിൻ്റെ വോട്ടുകൾ BJPയിലേക്ക് മറയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതെ, അതാണ് വസ്തുത. ഇവിടെ UDF നേട്ടമുണ്ടാക്കിയെന്ന് മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നേട്ടമല്ല, 10 വർഷത്തിന് മുമ്പ് ഈ ഇവിടുത്തെ പ്രതിപക്ഷമായി 40 വാർഡുകളിൽ വിജയിച്ചവരാണ് UDF. അന്ന് BJP ഇല്ല. അതിനുശേഷം 20ആയി, 10ആയി. ആ 10ൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ ഒരു പകുതിയല്ല, ഒരു 4 ഇരട്ടിയോളം പരാജയം നേടിയിട്ട് ഒരു പകുതി വിജയം നേടി അതിൽ സന്തോഷിക്കുന്നവരായിട്ട് കോൺഗ്രസ് മാറുകയാണ്. അതാണ് വസ്തുത. അല്ലാതെ കോൺഗ്രസ്സിനിവിടെ ഒരു പുതിയ നേട്ടവും ഉണ്ടായിട്ടില്ല. അവരുടെ കഴിഞ്ഞ കാലത്ത് നിന്ന് ഒരു മാറ്റമുണ്ടായത് വലിയ തിരിച്ചടിയിൽ നിന്ന് ചെറിയ ഒരു കരകയറ്റം എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായും ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് തലസ്ഥാന നഗരിയിൽ എന്ത് തരം ഒരു വിലയിരുത്തലാണ് ഈ വിജയത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ പരാജയത്തെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിന് ഉള്ളത്? ഈ ഒരു വർഗീയ കോൺഗ്രസ് കൂട്ടുകെട്ടിനെ ഏത് രീതിയിൽ പ്രതിരോധിക്കാം എന്നാണ് ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നത്? തിരുവനന്തപുരത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ, തിരുവനന്തപുരത്തെ ആളുകൾ പൊതുവിൽ ഇത് മതേതര കാഴ്ചപ്പാട് ഉള്ളവർ തന്നെയാണ്, അക്കാര്യത്തിൽ സംശയമില്ല. അതിലൊക്കെ ഒരുപാട് പാളിച്ചകൾ പറ്റി. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന എത്രയോ വാർഡുകളാണ് UDF ആ മതേതര വോട്ടുകളിൽ ഭിന്നതയുണ്ടാക്കി നമ്മളെ പരാജയപ്പെടുത്തി. BJPയാണ് ഈ 19 വാർഡിൽ UDF ജയിച്ചതിൽ 10ലധികം വാർഡുകൾ LDFനെ പരാജയപ്പെടുത്തിയതാണ്. BJPയെ പരാജയപ്പെടുത്തിയത് ഒരു 3-4 വാർഡുകൾ, 5 വാർഡുകൾ മാത്രമാണുള്ളത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അവരുടെ അവസ്ഥ എന്താണ്.